എന്താ ഹരിയേട്ടാ, എത്ര നാളെ എടുക്കും? ഒരു 500 പോലും നമുക്ക് അടിച്ചിട്ടില്ലല്ലോ. എടുത്തോ, പക്ഷെ നിനക്കെന്നെ അടിക്കൂ. ശരി. ശരി. ചേട്ടാ, ഒരു നാരങ്ങ സോഡ. ഹലോ എടി, ഞാനിത് വർക്ക് കഴിഞ്ഞ് റൂമിലേക്ക് പോവാ. എന്താ പൈസ? സാലറി അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ടാർഗറ്റ് തയ്ക്കാത്തതുകൊണ്ട് ഇൻസെൻറ്റീവ് വന്നിട്ടില്ല. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർ ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്തൊക്കെയാടി? ഇന്ന് ചെക്കപ്പിന് പോയിട്ട് എന്ത് പറഞ്ഞു? കുഴപ്പമൊന്നുമില്ല, ഓപ്പറേഷൻ വഹിക്കണ്ടെന്ന് പറഞ്ഞു. മോളെവിടെ? എന്നിട്ട് അവള് അപ്പുറത്തെ വീട്ടിലെ പിള്ളേരുടെ കൂടെ മുറ്റത്ത് കളിക്കുക. അമ്മയോ? അമ്മ അപ്പുറത്തെ എവിടെയോ ഉണ്ട്. എന്നാ ശരി, ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഇന്നടുത്ത ലോട്ടറിയെങ്കിലും അടിച്ചാൽ മതിയായിരുന്നു. നോക്കിയിരിക്കാണ് കളിക്കട. നീ തോറ്റട മോനെ. അയ്യോ, അതും പോയി. നല്ല മിച്ച. നീ എന്ത് കുറെ നേരം എല്ലാം ആലോചിച്ചിരിക്കുന്നു? എന്തു പറ്റി? കല്യാണത്തിനൊരു മാസമില്ല, പണ്ടേറാണ് ഞാൻ ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടാനില്ല. അതിനെത്ര ടെൻഷൻ അടിക്കണ്ട, നിന്റെ അച്ഛനൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവല്ലോ. അച്ഛനെല്ലാം ശരിയാക്കിയിട്ടുണ്ടാവും, പക്ഷെ എന്നാലും എൻ്റെ ഒരു പെങ്ങളല്ലടാ, ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കണ്ടേ? പിന്നെ കൊടുക്കണ്ടേ, അല്ലാണ്ട് വെറുതെ ഒരു ആങ്ങളെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അത് നീ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ശരിയാക്കാം. എന്തെങ്കിലും വഴി ആലോചിക്കാം. അത് പോയി കളി കളി. അല്ലടാ, അപ്പം നിനക്ക് കിട്ടുന്ന സാലറിക്ക് എന്താണ്? അത് സേവ് ചെയ്തുകൊണ്ട് 2 മാസം മുമ്പ് ഞാൻ എൽഫീഡ് വാങ്ങിയത്, പിന്നെ ഒരു ലാപ്ടോപ്പ് വാങ്ങിയില്ലേ, പിന്നെ മൊബൈല്. ഒരു മൊബൈൽ അവൻ്റെ പെണ്ണിനും മേടിച്ചു കൊടുത്തിരിക്കുന്നു. ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം, അതാണ് എൻ്റെ ഒരു ഇത്. പണം ഇന്ന് വരും നാളെ പോകും, പക്ഷേ ജീവിതം ഒന്നേ ഉള്ളൂ. ഇങ്ങനെയാണെങ്കിൽ നിന്റെ ആ ഒരു ജീവിതം കോഞ്ഞാട്ടയാകും. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നീ തിന്നോ?
അല്ലടാ അപ്പം നീ ഇനി ജോലിക്കൊന്നും പോകില്ല 2 ദിവസമല്ല. ആ ജോലി ഞാൻ വിട്ടു. ആ പരിപാടി നമുക്ക് ശരിയാവില്ല. അപ്പം എന്താ നിൻ്റെ അടുത്ത പരിപാടി? അധികം ടെൻഷനൊന്നും ഇല്ലാത്തൊരു പണി ഇടണം. അപ്പൊ നീ ജോലിക്ക് പോകാനുള്ള ഉദ്ദേശം ഇല്ല? അല്ലെങ്കിൽ ഇവന് വാട്സപ്പിലും ഫേസ്ബുക്കിലും ചേരേണ്ടുള്ള സമയമുള്ളൂ. പിന്നെ അവൻ ചില്ലറക്കാരനല്ല, 15 വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ. നിന്റെ കാര്യം പോക്ക. ഒന്ന് പോടെ. എടാ ആ മറ്റവനെ കണ്ടുപിടിക്കാൻ എന്താ വഴി? ഏത് മറ്റവൻ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പണ്ട് ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ കൂടെ റൂംമേറ്റ് ഉണ്ടായിരുന്നില്ലേ, ഒരു ചാലക്കുടിക്കാരൻ. ആ അവനെ കണ്ടുപിടിക്കാൻ. പിന്നെ നീ ഞാൻ വിളിച്ചില്ല? വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കണില്ല. നമ്പർ മാറ്റി വിളിച്ചാലും ഞാനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം കട്ട് ചെയ്യും. അതൊരുമാതിരി കോണത്തിലെ പരിപാടി പോയില്ല. അവനൊരു പണി കൊടുക്കണല്ലോ നമുക്ക്. ചാലക്കുടിയിൽ ഏത് ഭാഗത്താണ് എൻ്റെ വീടെന്നറിയോ? വീട് അവിടെയൊന്നും ഒരു പിടിയില്ല. പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാനാണ്? മഷിയിട്ട് നോക്കിയിട്ട. എന്നാ തിന്നോണ്ടാലോചിക്കും. എന്നാ തിന്നടാ. ഇതെന്താ നോട്ടീസാ? മോഡേൺ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ്, GB റോഡ്, പാലക്കാട്. 1ാം സമ്മാനം ഹോണ്ട ആക്റ്റീവ, 2ാം സമ്മാനം LED TV, 3ാം സമ്മാനം ഫ്രിഡ്ജ്. ഓലക്ക. നീ ആ നോട്ടീസ്. എടാ ഇത് ഡേറ്റ് കഴിഞ്ഞാ ഇവന്റെ ഓരോ പരിപാടികൾ. നമുക്ക് അവൻ്റെ വീട്ടിൽ പോയാലോ? അതിനവന്റെ അഡ്രസ് നമുക്ക് അറിയില്ലല്ലോ. അത് നമുക്ക് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. അഡ്രസ്സാ? നീ എന്തും മണ്ടത്തരി പറയണേ? നമ്മൾ അഡ്രസ്സ് ചോദിച്ചാൽ അവൻ പറഞ്ഞിരും. അതിനൊക്കെ ഒരു വഴിയുണ്ട്. എന്ത് വഴി? നീ അവൻ്റെ നമ്പർ എന്ന് പറഞ്ഞു. അവൻ്റെ പേരെന്താന്ന് പറഞ്ഞു? അവൻ്റെ പേര് ശരത്. ആ നമ്പർ പറഞ്ഞു. 944783 കറണ്ട് പോവാൻ കണ്ട സമയം. നിന്റെ വിശേഷം പറയടാ. ഓ നമുക്കൊക്കെ എന്ത് വിശേഷമാടാ, നീ പറ. ഓ എടാ മാസാവസാനമല്ലേ, ടാർഗറ്റ് തയ്ക്കാനുള്ള ഓട്ടത്തിലാണ്. പിന്നെ മുകളിൽ കയറി ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ, ഇന്നിപ്പോൾ ചെക്കപ്പിന് പോയി. എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ വേണമെന്നാണ് പറയണേ. ആകെ പ്രാന്തെടുത്ത് നടക്കുകയാണ്. വീട് പണിയോ? ഉള്ള പൈസ കൊണ്ട് തറമണിതിട്ടോ. അതിൻ്റെ ഇടയ്ക്കല്ലേ അവളുടെ അസുഖത്തിൻ്റെ കാര്യം അറിഞ്ഞ് പിന്നെ നിർത്തി. ആകെ ടൈറ്റായിപ്പോടാ. എടാ ഞാൻ വിളിച്ചതേ, എനിക്ക് നിൻ്റെ ഒരു ചെറിയ സഹായം വേണം. വേറെ എന്ത്, പൈസ തന്നെ. എടാ വിജീഷ, നീ ടൈറ്റാണെന്ന് അറിയാം, പക്ഷെ വേറെ വഴിയില്ലടാ. നമ്മുടെ അരുണും സലീഷും കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു, പക്ഷെ തികയില്ല. നിൻ്റെ കയ്യിൽ എത്ര ഉണ്ടാവും? 10,000. ആ 10,000 എങ്കിൽ 10,000. നീ ഒരു കാര്യം ചെയ്യ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ ശനിയാഴ്ച വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഞാൻ നിൻ്റെ ഓഫീസിലേക്ക് വരാം. ഓക്കേടാ, ബൈ. ഹലോ, ശരത് സാറല്ലേ? സാറേ, എൻ്റെ പേര് സതീഷ് കുമാർ. ഞാനിവിടെ പാലക്കാട് മോഡേൺ ഇലക്ട്രോണിക്സിലെ സെയിൽസ് മാനേജറാണ്. ആ പറയൂ. സാറ് ഞങ്ങളെ ഷോപ്പിൻ്റെ ആനിവേഴ്സറിക്ക് ഒരു TV വാങ്ങിയിട്ടില്ലേ? ഞാനോ? സാറിന് അതിലൊരു ഗിഫ്റ്റ് അടിച്ചിട്ടുണ്ട്. സാറിൻ്റെ അഡ്രസ്സ് ഒന്ന് പറയായിരുന്നെങ്കിൽ ആ ഗിഫ്റ്റ് കൊറിയർ ചെയ്യായിരുന്നു. അല്ല അതിന് സാറ് കുറച്ച് തിരക്കാണ്, ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന ടൈമായി. സാർ അഡ്രസ്സ് ഒന്ന് വേഗം പറയുകയാണെങ്കിൽ. എഴുതിയെടുത്തോ. ശരത് പുത്തമ്പറമ്പിൽ ഹൗസ്, മുരിങ്ങൂർ പോസ്റ്റ്, ചാലക്കുടി. ഓക്കെ സാർ, ശരി. ഈ ഞായറാഴ്ച അവൻ്റെ വീട്ടിൽ പോയല്ലോ. നീ എന്താ ആലോചിക്കണേ? പേര് ശരിയായതല്ലോ. സമ്മാനം സമ്മാനം സമ്മാനം. എടത് അവനാണല്ലോ, ശരത്ത്.
എടുത്തോക്കടാ, എന്താണെന്നറിയാലോ. നീ ആലോചിച്ച് കണ്ട ഫോൺ എടുക്കടാ. നമ്മൻ്റെ വീട്ടിൽ ചെന്നാൽ അവനെ കാണാൻ പറ്റുമെന്ന് ഉറപ്പ്. ഇനിയിപ്പോൾ കണ്ടാൽ തന്നെ വല്ലതും നടക്കുമോ? അവൻ്റെ നാടല്ലേ. അവിടെ പോയി അഭ്യാസം കാണിച്ച നാട്ടുകാരെ നടികൊണ്ട് നമ്മൾ വട്ടം തിരിയും. നമുക്കൊരു കാര്യം ചെയ്യാം, അവനിങ്ങോട്ട് വരുത്താം. നീ നടക്കണ കാര്യം വലുതുണ്ടെങ്കിൽ പറയും, വെറുതെ ഡയലോഗ് അടിക്കാണ്ട്. അവൻ എങ്ങനെ ഇങ്ങോട്ട് വർത്താനാ? ഹലോ ശരത് സാർ, ഞാൻ ഡ്രൈവിംഗിലായിരുന്നു, അതാ ഫോൺ കയറുന്നത്. എന്താ സാർ വിളിച്ചത്? ശരി, ഞാൻ വിളിച്ചതേ ഗിഫ്റ്റ് എന്തായിരുന്നു എന്നാ പറഞ്ഞത്? ഓ അതോ സാർ ഞാൻ വിളിക്കാതിരിക്കായിരുന്നു. സാർ ഒരു അബദ്ധം പറ്റി, ഗിഫ്റ്റ് കൊറിയർ ചെയ്യാൻ പറ്റില്ല. അയ്യോ, അതെന്താ? സാർ നേരിൽ വന്ന് കളക്ട് ചെയ്യണം. സാറിനാണ് ഫസ്റ്റ് പ്രൈസ് ഇട്ടിരിക്കുന്നത്, ഹോണ്ട ആക്ടിവ. കൺഗ്രാജുലേഷൻ സാർ. സാർ അടുത്ത സൺഡേ ആണ് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സാർ അന്ന് രാവിലെ 11 മണിക്കാണ് പ്രോഗ്രാം. സാറ് നേരത്തെ വരണം. അതെവിടെ വെച്ചാണ്? നമ്മുടെ ഷോപ്പിൽ വെച്ചെന്നെ. സാർ ബസ്സിലാണോ വരുന്നത്? ബസ്സിൽ വരാം. അങ്ങനെയാണെങ്കിൽ സാർ ഒരു കാര്യം ചെയ്യും, തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ബസ് കയറാം, എന്നിട്ട് വടക്കഞ്ചേരി ഇറങ്ങാം. എൻ്റെ വീട് അവിടെയാണ്, നമുക്ക് എന്തായാലും അവിടെ നിന്ന് ഒരുമിച്ച് പോവാം. ആയിക്കോട്ടെ. അപ്പം ഞാൻ വടക്കാഞ്ചേരി എത്തിയിട്ട് വിളിക്കാം. അല്ല, വടക്കാഞ്ചേരി അല്ല, ഇത് പാലക്കാടാണ്, ആലത്തൂർ വടക്കഞ്ചേരി. ഓക്കെ. തൃശ്ശൂരിൽ നിന്ന് പാലക്കാട് ബസ്സിലല്ലേ കയറേണ്ടത്? അപ്പോൾ ഞാൻ വടക്കാഞ്ചേരി എത്തിയിട്ട് വിളിക്കാം. ഓക്കെ സാർ. അപ്പോൾ ഈ സൺഡേ എന്നല്ലേ പറഞ്ഞത്? അതെ, ഈ സൺഡേ. ഓക്കെ. ശരി. പരിപാടി ആയിരിക്കുമോ? അപ്പൊ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അത് സംഭവം പൊളിച്ച്. അവൻ നമ്മുടെ കെണിയിൽ കുടുങ്ങി മോനെ. നമ്മുടെ അടുത്ത് അവന്റെ കളി നീളമോൻ. എടാ, ഞാൻ വിളിച്ചതേ, പാലക്കാട് മോഡേൺ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ടോ? പാലക്കാട് ഉണ്ടല്ലോ. അവരുടെ ഫോൺ നമ്പർ ഇട്ടാ എന്താ ഒരു വഴി? എന്തെങ്കിലും പ്രശ്നമുണ്ടാ? പ്രശ്നമൊന്നുമില്ലടാ. എടാ, അമ്മ ഒരു പ്രാവശ്യം വല്ല സമ്മാന പദ്ധതി നടത്തിയോ? നടത്തി, അവരുടെ ആനിവേഴ്സറിക്ക്. എന്താ ഹോണ്ട ആക്ടിവ മറിച്ച് വിറ്റ 10-65,000 രൂപ കിട്ടും. ചിഞ്ചുവിനുള്ള ഓപ്പറേഷനുള്ള പണമായി. ഹലോ എടി, ഞാൻ ഒരു ഉച്ച കഴിയും വരുമ്പോൾ ഒരു ചെറിയ പരിപാടി ഉണ്ട്. ഒരു ഫ്രണ്ടിൻ്റെ ഒരു 10,000 കിട്ടിയിട്ടുണ്ട്. 2 പേര് പറഞ്ഞിട്ടുണ്ട്. വേറൊരു സംഗതി ഉണ്ട്, അത് ഞാൻ വന്നിട്ട് പറയാം. ഹലോ, ഞാനിപ്പോൾ ഇവിടെ എത്തി. ഞാനിപ്പോൾ യൂണിയൻ ബാങ്കിൻ്റെയൊക്കെ ഫ്രണ്ടിലുണ്ട്, ഒരു സൺറൈസ് ട്രാവൽസിൻ്റെയൊക്കെ ഫ്രണ്ടിൽ. ശരി, ഓക്കെ. ലൈഫ് ലോങ് ഗ്യാരണ്ടി സംഭവം കൊള്ളാലോ. ചിലപ്പോൾ ആവശ്യം വരും. ശരത് സാർ അല്ലേ? സതീഷ് കുമാർ അല്ലേ? സാർ കുറെ നേരം എത്തിയിട്ട് ഒരു 10-15 മിനിറ്റ് ആയി. ഞാൻ വിളിച്ചിരുന്നു. ട്രാഫിക്കിലായിരുന്നു. സാറിന് ഒരു 500 രൂപക്ക് ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് നോക്കട്ടെ. ഉണ്ട്. ഓക്കെ, എന്നാ പോവാം.
പോകുമ്പോൾ നമുക്ക് വീട്ടിലൊന്ന് കയറിയിട്ട് പോവാം. അമ്മ രാവിലെ കുറച്ച് പൈസ വെച്ചിട്ട് എനിക്ക് തിരക്കിൽ കൊടുക്കാൻ പറ്റില്ല. അല്ല നമ്മൾ ലേറ്റ് ആവുമോ? ഇല്ല, അതുവഴി പാലക്കാട് ഒരു ഷോർട്ട് കട്ട്. അതെ ശരി. സാറേ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണോ? ഇല്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ കോയമ്പത്തൂർ വരുന്നു, അപ്പോൾ ഇതിലേ പോയത്. എന്തൊരു ചൂടാ ഇവിടെ. മഴയൊന്നും പെയ്തില്ലേ? ഓ മഴയൊന്നുമില്ല സാറേ. എന്താ കാറോ? എത്താറായില്ലേ? ഇനി എത്ര ദൂരമുണ്ട്? ഇവിടെ എടുത്താ എത്തി. ഇതൊരുമാതിരി കൊള്ള സംഗീതം പോലെ ഉണ്ടല്ലോ. ഇവിടേക്ക് ഒരാളിനെ തട്ടിക്കൊണ്ട് പൂട്ടിയിട്ട് ഒരു മനുഷ്യനറിയില്ല അല്ലേ? സാറിനെന്താ പേടിയുണ്ടോ? ആയിരിക്കും. എനിക്ക് ഞാനെന്തിനാ പേടിക്കുന്നത്? വാ. ഇല്ല, പോയിട്ടോ. വാ സാറേ, ഏതായാലും ഇവിടെ വരെ വന്നതല്ല, ഒരു ചായ കുടിച്ചിട്ട് വാ. വേണ്ടായിരുന്നു, സംഭവം അടിപൊളിയായിട്ടുണ്ട്. അവിടെയല്ലേ താമസം? ഏത്? ഇതാ അവിടെ. അതിവിടുത്തെ ഒരു പണിക്കാരനാ താമസം, ടാപ്പിങ്. ശരി വാ സാറേ. ചെരുപ്പ് അടിക്കണ്ടേ? വേണ്ട സാറേ, വാ കയറി. കയറി വാ. വാ വാ കയറി വാ. അത് തുറക്കണ്ട, അത് പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കാം. വാ സാറേ ഇവിടെ ഇരിക്കും. നിങ്ങളാരാ? അവിടെ ഇരിക്കും സാറേ. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇതാ നിന്നോട് അകത്തേറി കുറ്റിടാനല്ല പറഞ്ഞു, പിന്നെ നിന്നെ പുറത്തുനിന്ന് കുറ്റിട്ട്. നീ എൻ്റെ അടുത്ത് കുറ്റിടാനല്ലേ പറഞ്ഞുള്ളൂ. സാറേ ഇരിക്കും സാറേ. ഇരിക്കടാ. ഞാൻ ഷിബു ചക്രവർത്തി. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താ സതീഷ് കുമാർ സമ്മാനം തരാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരുമാതിരി? സമ്മാനൊക്കെ തര സാറേ, ഒരുത്തനും കൂടി ഇങ്ങോട്ട് ഒന്ന് വന്നോട്ടെ. ആണെന്താടാ? അവൻ മൂത്രം വയ്ക്കാൻ പോയി. ഇവനൊന്ന് പൊട്ടിച്ചാലടാ. സമ്മാനം വാങ്ങിക്കണല്ലേ, മരം കുത്തി. വന്നു. ഇനി നേരിട്ട് വെച്ച സമ്മാനം. എടാ പ്രവി, നീയായിരുന്നോ? ഇത് നിന്റെ പരിപാടിയായിരുന്നു അല്ലേ? എത്ര കാലമായിടാ കണ്ടിട്ട്. ഇതൊരുമാതിരി മറ്റവിടത്തെ പരിപാടിയായി പോയിട്ടാ. എന്നിട്ട് എനിക്ക് എപ്പോഴും ഒരു സംശയം ഉണ്ടായത് ദൂരം ഉടായിപ്പാണെന്ന്. പിന്നെ പൈസയ്ക്ക് അത്യാവശ്യമാണ്, ഞാൻ അത് അന്വേഷിക്കാൻ നിന്നില്ല. പിന്നെ പറയടാ, എത്ര കാലമായി കണ്ടിട്ട്, എന്തൊക്കെയുണ്ടോ വിശേഷം? എന്താ പരിപാടി നിന്റെ? നിനക്കിപ്പോൾ കാര്യം പിടികിട്ടിയില്ലേ? നിനക്കിപ്പോൾ കാര്യം മനസ്സിലായില്ലേ? നീ പൈസ എടുത്തേ. പൈസ എടുക്ക്, പൈസ എടുക്കടാ. പൈസ കൊടുക്കടാ. ഓർമ്മയില്ല എനിക്ക്? അവന്റെ ചെപ്പ കുറ്റിക്ക് നോക്കി ഒന്ന് കൊടുക്കടാ, അപ്പൊ ഓർമ്മ വരും അവന്. എന്താ നീ നോക്കണേ? എടാ എനിക്ക് ഓർമ്മയുണ്ട്. നിനക്ക് ഓർമ്മയുണ്ട്? ഞാനിപ്പോ കുറച്ച് ടൈറ്റിലായിപ്പോടെ, ഞാൻ തരാം നിനക്ക്. എപ്പോ? നീ എപ്പോ തരും? എടാ ഒരു 2 മാസം. 2 മാസം ഉറപ്പ്. 1 മാസം. 2 മാസം. എടാ ഞാനിപ്പോ കുറച്ച് ടൈറ്റിലായി പോയി. കുറച്ച് ടൈറ്റിലായി പോയി, ഞാൻ തരാം. ഞാൻ ഞാൻ കണ്ടല്ലോ, അടുത്ത് കൊടുക്കടാ. വേറെ അത്യാവശ്യത്തിന് ഒരു ഫ്രണ്ടിന് കടം വാങ്ങിയതാണ്. ഇന്ന് വരുമ്പോ സത്യമായിട്ട് വേറെ അത്യാവശ്യത്തിന് ഞാൻ വാങ്ങിയതാണ്. ഞാൻ നിനക്ക് തരാം, പിന്നെ തരാം. നിനക്ക് മാത്രം അത്യാവശ്യമുള്ളൂ. എടാ അടുത്ത മാസം എന്റെ പെങ്ങളുടെ കല്യാണം. 10 പൈസ ഇല്ല എന്റെ കയ്യിൽ. ആകെ ഭ്രാന്ത് പിടിച്ചൊന്ന് നടക്കുക. നമ്പറാണ് മോനെ. എടാ 2 മാസം കഴിഞ്ഞിട്ടില്ല നിന്റെ പെങ്ങളുടെ കല്യാണം. അത് അടുത്ത മാസോ? നീ അടുത്ത മാസമല്ലേ? ഞാൻ തരാം. 10,000 രൂപ വാങ്ങി ഒരാഴ്ചയുടെ പൈസ തരാന്ന് പറഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് നീ ഇപ്പഴാ നീ പോകണേ. അതുപോലെയല്ലേ ഇത്? പ്രോമിസ്. സത്യം സത്യം. ഒരടവും നടക്കില്ല മോനെ. നീ പൈസ എന്നിട്ട് പോയാ മതി. നിന്റെ പൈസ ഉണ്ടല്ലോ. എടാ എൻ്റെ മോൾക്ക് ഒരു അസുഖമുണ്ട്, അവിടുത്തെ ഓപ്പറേഷൻ വേണം. അതിന് പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ് ഞാനിപ്പോ. അടുത്തടവ് അല്ലടാ, നമ്പറാണ്, മൊത്തം നമ്പർ മതി. നിർത്ത്. നീ പണ്ട് നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ട് ക്യാമറായിട്ടുള്ള ആളാ, അതറിയാം. ശരത്ത്, നീ ആരോടാ നീ പറയണ? നീ പൈസ വെച്ചിട്ട് പോളെ. അവന്റെ മോന്തൊക്കെ കള്ളൻ. എന്റെ മോളാണ് സത്യം. കള്ളത്തരടൊക്കെ അന്ന് നീ നിന്റെ അമ്മ ഐസിയിലാന്ന് പറഞ്ഞിട്ടല്ല പൈസ വാങ്ങിയത് അല്ലേ? ഇവനെ മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എടാ അതെ,
അങ്ങനെ അല്ലടാ. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഊശാന്താടി കണ്ടില്ലേ? അവന്റെ ഒരു ഊശാന്താടി. പൈസ എടുത്ത് പൈസ എടുക്കടാ. എടുക്കടാ പൈസ എടുക്കടാ. അയ്യോ രക്ഷിക്കണേ, ഓടിവായോ, ഇവിടെ കുറച്ചു പേര് എന്നെ പിടിച്ച് തല്ലി കൊല്ലുന്നേ. അനുവിനാരി കുറുക്കനാ. അവിടെ കിടന്ന് പോയിട്ട് ഒരു കാര്യമില്ല, അവിടെ ആൾ താമസമില്ല. കുറുക്കന്റെ ജന്മവൻ കൂവാ നടക്കണ്. എടാ നോക്കണ നീ ഊളെ. അത് വേണ്ട. നിനക്ക് പൈസ കണ്ട് ഇവിടുന്ന് പോവാൻ പറ്റില്ല. നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ. ഇത്ര നാളായില്ല നിന്നെ കാണാൻ തുടങ്ങിയിട്ട്. നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. നീ പൈസ എടുക്കാ. എടാ നിന്റെ ഭാര്യയാണ് എന്തെങ്കിലും അത്യാവശ്യം വിളിക്കാം, ഫോൺ. അത്യാവശ്യോ? അത്രക്ക് അത്യാവശ്യം പൈസ ഞങ്ങൾക്ക് എന്താ വേറെ പണിയൊന്നുമില്ലേ? മരം കൊത്തി നിന്റെ പോക്കറ്റ് ഇരിക്കുന്ന പൈസ എടുക്കാൻ വേണ്ടി അറിയാൻ പാടില്ലാണ്ടല്ല. വെറുതെ നീ അടി വാങ്ങിക്കാൻ നിൽക്കരുത്. പൈസ എടുക്കടാ. നീ എന്താ നോക്കണ്? പൈസ കൊടുത്ത് സ്ഥലം കാലിയാക്കാൻ നോക്ക്. എടാ ഒരു മര്യാദക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. നീ ഇങ്ങനൊന്നും ചോദിച്ചാ പൈസ തരൂലല്ലേ? എടാ പ്രവീണേ, പൈസ മോന്ത കുറ്റിക്ക് 2 കൊടുക്കടാ. എടുക്കടാ. ആ വഴിക്ക് പാടാ മോനെ. നീ സ്ലോ മോഷനിൽ എടുക്കാണ്ട് വേഗം എടുത്ത് താടാ. എന്തെങ്കിലും തന്നാ പോരടാ. ഈ വെറുതെ എന്നെ നിക്കണം. 3 ആഴ്ചക്കുള്ളിൽ നിന്റെ പൈസ ഞാൻ തന്നിരിക്കും. 3 ആഴ്ചക്കുള്ളിലാ? അത് നീ ഇവിടെ ജയിലിലൊക്കെ പോയിട്ട് വന്നാ പറ്റില്ല. പൈസ എടുക്കണ്ടാ, പൈസ എടുക്കണ്ടാ. പോക്കറ്റ് എവിടെ? കിട്ടിയാ പൈസ എടുക്ക്. കളിക്കാൻ നിക്കണം. പോടാ നിന്റെ എടാ പ്രവി, എടാ പൈസ കറക്റ്റ് 10,000. ഓടാ മതി നിന്റെ കളി. എടാ നിന്ന് മോങ്ങാണ്ടേ പോവാൻ നോക്കടാ. സ്ഥലം ഇറങ്ങിക്കോട്ടെ നീ ഇങ്ങനെ ആളെ പറ്റിക്കാനായിട്ട്. എടാ പ്രവി, കയ്യിൽ വെച്ചിട്ട് ആളെ പ്രാന്താക്കിയിട്ട് മതിയടാ. ഇറങ്ങിപ്പോടാ. എടാ പൈസ എടാ പ്രവി, എടാ ഞാൻ നിനക്ക് പിന്നെ തരണടാ. എന്തുട്ടാ നോക്കാള്. ഇറങ്ങിപ്പോടാ, തല്ലോണ്ട് ചാവണ്ട്. പൈസ നമ്മളിതൊക്കെ എത്ര കണ്ടതാ. അവന്റെ താടിക്ക് തീ കൊടുത്തടന്നുട്ടാ. 2 കിലോമീറ്റർ പോയ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇനി ഇപ്പൊ പോയാൽ നിനക്ക് ബസ് കിട്ടും, മനസ്സിലായ? പോവാൻ നോക്കടാ. പോയ അവന്റെ മോന്ത കുറ്റിക്ക് നോക്കി ഞാൻ 2 കൊടുത്തിട്ട് വെട്ടറാ. എന്റെ കൈ തിരിച്ചിട്ട് പോയടാ. നീ നടക്കടാ. അങ്ങനെ 10,000 രൂപ പേര് ഷിബു രാജപ്പൻ മാറ്റി ഷിബു ചക്രവർത്തിയാക്കി. കേട്ടാ ഷിബു ചക്രവർത്തിയാ? അതൊരു പഞ്ചിന് പറഞ്ഞല്ല. അത് കലക്കടാ. അതിന്റെ കസാരൊക്കെ ചവിട്ടി തെറിപ്പിച്ച് എന്തായിരുന്നു അടി. ഓ നിന്റെ വെട്ടുകത്തിരുത്ത സീനില്ലേ? അതൊന്നും നടക്കൂല. ആരാമോ ഇപ്പൊ നമ്മുടെ ചങ്കല ചെലവ് അവന്റെ മൊബൈല് നീ തിരിച്ചു കൊടുത്തില്ലേ? മറന്നു പോയടാ. നീ ആ കോള് കാട്ടിയാ സിമ്മ വിളിച്ചറിഞ്ഞ്. ആ എന്ത് വർത്താനാ പറയണ? നിനക്ക് പൈസ തരാനുള്ള കിട്ടിയില്ലേ? ഒരു കാര്യം ചെയ്യ്. ശ്രുതി അവന്റെ ഭാര്യന്ന് പറഞ്ഞേ. നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഭാര്യ? എന്ത് ഭാര്യ? ഇത് ഭാര്യ ഒന്നുമില്ല, ഇത് വേറെ ബസ് സ്റ്റോപ്പിലുണ്ടോ? കോള നിർത്തി നോക്കിയാലോ. തമാശ കളിക്കാൻ നീ പോടാ മാറാ. എന്താ എന്താടാ? ഞാനിപ്പോ വരാം. നീ എങ്ങോട്ടാ? ഇപ്പൊ വരാം. കാര്യം പറ. അവളുടെ കയ്യിൽ നിന്ന് പൂരത്ത് എറിഞ്ഞു കിട്ടുന്ന തോന്നുന്നു. അവൻ പോടാ. ചേട്ടൻ എവിടെയാ? എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? സിഞ്ചുവിന് പെട്ടെന്ന് വേദന വന്നു കേട്ടാ. ഞങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ. ഡോക്ടർ പറഞ്ഞു പറ്റുമെങ്കിൽ ഈ ആഴ്ച തന്നെ ഓപ്പറേഷൻ നടത്തണമെന്ന്.
ഹലോ, ഞാൻ പറയണ വല്ലതും കേൾക്കണുണ്ടോ? മോളുടെ കൊടുക്കാം ഞാൻ. ഹലോ അച്ഛാ, അച്ഛാ. മോളെ അച്ഛൻ റേഞ്ചില്ലാത്ത സ്ഥലത്താന്ന് തോന്നുന്നു. കുറച്ച് വിളിക്കട്ടോ. ചേട്ടാ ചേട്ടാ ബസ് പോയോ? ഒരു ചുമന്ന ഷട്ടർ ഒരു ശാന്താടിക്കാർ ഇതിൽ പോയോ? ഇല്ല. ഹലോ ഹലോ ചേട്ടാ. ഞാൻ ശരത്തിന്റെ ഫ്രണ്ടാണ്. അവൻ ഫോൺ ചേട്ടൻ എവിടെയാ? അവൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഫോൺ ഇവിടെ വെച്ച് മറന്നുപോയി. അതെയോ? ആ ശരി. ഹലോ, ഞാൻ ശരത്തിന്റെ ഫ്രണ്ടാണ്. കുറച്ചു മുമ്പേ സംസാരിച്ചില്ലേ? ആ പറയൂ. ഞാൻ കുറച്ച് കഴിഞ്ഞ് ചാലക്കുടി ഭാഗത്തേക്ക് വരുന്നുണ്ട്. നിങ്ങൾ ഏത് ഹോസ്പിറ്റലുള്ളത്? ഞങ്ങള് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലാ. പിന്നെ ശരത്തിന്റെ അടുത്ത് കുറച്ച് പൈസയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അതെയോ? ഇപ്പോൾ കുറച്ച് പൈസ ശരിയായിട്ടുണ്ട്. ശരത്തെങ്ങാനും വിളിക്കുകയാണെങ്കിൽ ഞാൻ പൈസ മൊബൈലായിട്ട് അങ്ങോട്ട് വന്നിരുന്ന് പറയണം. ആ പറയാം ഓക്കെ പറയാം. ആ ഓക്കെ ശരി ശരി. ശരി.